ഹരിശ്രീ ഗണപതിക്ക് അംബിഗ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മകൻ നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയുന്നത് പോലെ പറയട്ടെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ടച്ച് ചെയ്ത് വയ്ക്കുക. ആകർഷണീയമായ വ്യക്തിത്വത്തിനുടമയാണ് മകൻ നക്ഷത്രക്കാർ. എവിടെ പോയാലും ഇവർക്ക് പ്രാമുഖ്യം നിലനിർത്താൻ സാധിക്കും. എന്തിനെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ ഇവർ ശ്രമിക്കും. കാരണം കർമ്മോദ്യുക്തനും കഠിനാധ്വാനിയുമാണ് ഇവർ. ജോലി ചെയ്യുവാനായി സുനിശ്ചിതമായ രീതിയുണ്ട് ഇവർക്ക്. അതിനാൽ ചില സമയങ്ങളിൽ ഇവരുടെ പ്രവൃത്തികളെ ആളുകളെ അതിശയിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വളരെ അഭിമാനമുള്ള വ്യക്തിയാണ് മകൻ നക്ഷത്രക്കാർ. അതിൽ വിട്ടുവീഴ്ച കാണിക്കില്ല. എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യങ്ങളും ചെയ്യുകയും ഉള്ളൂ. ദൈവത്തിലേക്ക് വരുമ്പോൾ ഇവർ വലിയ വിശ്വാസികളാണ്. സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ ആയി ഇവർക്ക് നല്ല അഗാധമായൊരു ബന്ധമുണ്ടാകും. മാത്രമല്ല സമൂഹത്തിലെ ഉന്നതരുമായി നല്ല ബന്ധമുണ്ടായേക്കും മകൻ നക്ഷത്രക്കാർക്ക്. ഈ ബന്ധങ്ങൾ വഴി നല്ല പ്രയോജനങ്ങളും ഉണ്ടാകും ഇവർക്ക്. മൃദുഭാഷയും ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ ആധിപത്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. മാത്രമല്ല വ്യത്യസ്ത കലകളിൽ താല്പര്യമുള്ളവരുമാണ്. ശാന്ത സ്വഭാവം, സ്വച്ഛന്ത ജീവിതം കൂടാതെ സാമർഥ്യം എന്നിവയാൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്നു മകൻ നക്ഷത്രക്കാർ. കോപിക്കുന്നത് ഇവരൊഴിവാക്കണം. എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ചാണെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രകൃതമാണ് ഇവരുടേത്. പെരുമാറ്റത്താൽ ആരെയും അസ്വസ്ഥരാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നു. അസ്വസ്ഥരാകാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട് പെരുമാറ്റം കൊണ്ട്. ഇവർ കാരണം ആരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ മാപ്പ് അപേക്ഷിക്കാനൊന്നും മടിക്കാത്ത ആൾക്കാരാണ് മകൻ നക്ഷത്രക്കാർ. സ്വതാല്പര്യത്തെക്കുറിച്ചാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്കായി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബിസിനസ്സിലും ജോലിയിലും അതിരുകടന്ന ആത്മാർത്ഥതയാൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. ധനികരുടെയും ശക്തരുടെയും സഹായത്താൽ എല്ലാവരും ജീവിതത്തിൽ സുഖസമൃദ്ധി സ്വരൂപിക്കുന്നതിൽ വിജയിക്കും ഇവർ. എന്നിരുന്നാലും അധികാരത്തിൻ്റെ ഈ അഹംഭാവത്താൽ ഇവർക്ക് മാറി താമസിക്കേണ്ടതായി വരും. ഭൗതിക സമ്പത്ത് സ്വരൂപിക്കുവാൻ താല്പര്യപ്പെടുകയും എന്നാൽ ഇവർക്ക് ആത്മീയവും മതപരവുമായ കാര്യങ്ങൾ വളരെയധികം താല്പര്യമുള്ളതുകൊണ്ട് നല്ലൊരു കാര്യമാണത്. ആദർശവാദിയും സത്യസന്ധനുമായി ഇരിക്കുക എന്നത് ഇവരുടെ ഒരു സവിശേഷതയാണ്. മാത്രമല്ല സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു ഒരു ശീലമുണ്ട്. ലഭ്യമായ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും കൂടാതെ ധാരാളം ജോലിക്കാരും ഉണ്ടാകും ഇവരുടെ കൂടെ. ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവരുടെ അനുകമ്പാർഹവും ആദരണീയമായ വശങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. സമ്പത്തിനെയും വസ്തുവകകളെയും കുറിച്ചാകുമ്പോൾ ഇവർ വളരെ സമർത്ഥനാകുവാൻ ശ്രമിക്കും. സാമ്പത്തികത്തെക്കുറിച്ചാണെങ്കിൽ ഇവരുടെ എല്ലാ ഊർജവും അതിലേക്ക് ചെലുത്തുകയും അത് ഇവരെ വിജയത്തിലെത്തിക്കുകയും ചെയ്യും. വിവിധ വിഷയങ്ങളിൽ നിപുണരായിരിക്കും ഇവർ. മാത്രമല്ല സാമൂഹിക സേവനങ്ങളിലും താല്പര്യമുണ്ടാകും ഇവർക്ക്. അതിനാലാണ് അതുപോലെയുള്ള ജോലികളിൽ വളരെ അത്യുത്സാഹത്തോടെ പങ്കെടുക്കുന്നത് ഇവർ. മറ്റുള്ളവരുടെ ജോലിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നവരെ ഇവർക്കിഷ്ടമല്ല. അതിനാൽ ഗുപ്തമായ ശത്രുക്കളും ഉണ്ടായേക്കാം ഇവർക്ക്. സൗഹൃദത്തെക്കുറിച്ചാണെങ്കിൽ ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല. എന്നാൽ ആ കുറച്ചാളുകൾ ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇവരുടെ വ്യക്തിത്വം വളരെ മനോഹരവും ആകർഷണീയവുമാണ്. കൂടാതെ സ്വാർത്ഥതയില്ലാത്ത ആളുകളെ സേവിക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിലുള്ളതാണ്. നേർവഴിയിൽ പോവുക എന്നത് ഇവരുടെ സവിശേഷതയും കരുത്തും കൂടിയാണ്. മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം.